കർത്താവ് നമ്മളെ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത് യഹോവയുടെ സ്തുതിയെ വിവരിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു, വർണ്ണിക്കാൻ വേണ്ടിയിട്ടാകുന്നു, അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാകുന്നു. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാകുന്നു: ആരാധന, സ്തുതി, മഹത്വം. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. ഭൂമിയിൽ വളരാതെ ഞാൻ മരുകുന്നു നിൻ കൃപയാ. ഒരു ഭൂമിയിൽ വളരാതെ ഞാൻ മരുകുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. കാലതാമസം, കഷ്ടതകൾ, പ്രകോപനങ്ങൾ എന്നിവയെ മോശമായ പ്രതികരണങ്ങൾ കൂടാതെ സഹിക്കുകയും ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയും ചെയ്യുക എന്ന പ്രക്രിയയാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ ഉള്ള ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു, നമ്മൾ അതിനെ തരണം ചെയ്യുന്നതല്ല ക്ഷമയെന്ന് പറയുന്നത്. നമ്മളിനി മുന്നോട്ട് നമ്മളിനി പോകുമ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതാണ്. അപ്പം ഈ ക്ഷമയോടുകൂടെ നമുക്കിരിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഒരു ഫലം നമ്മളിൽ വസിച്ചു എങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ പ്രത്യക്ഷത രണ്ടാം വരവ് വരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് കർത്താവിൽ നിന്ന് നമ്മൾ കൃപ ചോദിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ വളരെ ക്ഷമയോടുകൂടി നമ്മുടെ ഓട്ടം ഓടണം. നമ്മൾ ആദ്യമേ വലിയ വലിയ ദേഷ്യക്കാരനോ അല്ലെങ്കിൽ വലിയ പകയും ദൂഷണവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കാം, നമ്മൾ വ്യക്തി തന്നെ വേറെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ അവസാനം വരെ നമ്മുടെ ഓട്ടം എങ്ങനെ ഓടി, അവസാനത്തിങ്കിൽ നാം എന്തായിരുന്നു എന്നുള്ളതിലാണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഉദ്ദേശം ഇരിക്കുന്നത്. ആ വ്യക്തിയോടുള്ള കർത്താവിൻ്റെ ആ ക്ഷമ മൂലം, കാര്യം ഇന്ന് ആ വൃക്ഷത്തിൻ്റെ കീഴിൽ കോടാലി വെക്കണ്ട, നാളെ വരെ നിൽക്കട്ടെ എന്നുള്ള കർത്താവിൻ്റെ ആ ദീർഘക്ഷമയോടുകൂടിയുള്ള മനോഭാവം മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ഇന്ന് ഈ ലോകത്തിൽ ജീവനോടെ ഇരിക്കുന്നതും നമുക്ക് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എത്രത്തോളം ക്ഷമയോടുകൂടെ നമ്മൾ ഓരോ വ്യക്തികളും വർത്തിക്കണം എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിൽ കാണുന്നത് താൽക്കാലികമാണ്, ഹല്ലേലൂയ. എന്നാൽ കാണാത്തതുണ്ട്, അത് നിത്യത. ജീവനും മരണവും ദൈവം നമ്മുടെ മുൻപിൽ വച്ചിരിക്കുക. തീരുമാനമെടുക്കേണ്ടത് നമ്മളാ. ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി, ഈ ഇരുട്ട് ശരിയല്ല, വെളിച്ചത്തിലേക്ക് നടക്കണമെന്ന്. എന്ന് നീ ഈ വെളിച്ചത്തെ കാണുന്നുവോ, ഈ വെളിച്ചം നിന്റെ ഹൃദയത്തിൽ വരുന്നുവോ, നീ ആള് മാറും. നിന്റെ പ്രതികൂലങ്ങൾ മാറുന്നത് കാണാം, നിന്റെ കഷ്ടത മാറുന്നത്, നിന്റെ രോഗം മാറുന്നത് കാണുവാൻ കഴിയും. അമ്മമാരുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അത് വൃഥായി പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ജനറേഷൻ, പുതിയൊരു ജനറേഷന് വേണ്ടിയിട്ട്, ഒരു ഹല്ലേലൂയ ശക്തമായ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ക്ഷാമം ഉണ്ടാകും, ചിലപ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടായിരിക്കാം, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ വചനം എന്താ പറയുന്നതെന്നറിയാമോ? നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര ഞാൻ വെള്ളം കൊണ്ട് നിറയ്ക്കും. കർത്താവ് നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് കർത്താവ് നമുക്ക് തന്നോ.